മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ വിവരണപ്രകാരം ബിദ്അത്ത് എന്നതിൽ പറഞ്ഞ രണ്ടു തരം ബിദ്അത്ത്, മദ്മൂമ്, മഹ്മൂദ്. മദ്മൂമ, മഹ്മൂദ. പുതുതായി ഉണ്ടാക്കപ്പെട്ടതു തന്നെ നബിയുടെ കാലത്തില്ലാത്തതാണോ, പുണ്യകർമ്മങ്ങളുമുണ്ട്. പ്രമാണവിരുദ്ധമാണോ, ആക്ഷേപാർഹമാണ്. ഇങ്ങനെ വിഭജനത്തിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പിടിച്ചിട്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഇങ്ങനെ വിഭജിച്ചത്. ഇതൊക്കെ ഹദീസിൽ എവിടെയാന്ന് ചോദിക്കും. ഹദീസ് ഉണ്ടതിന്. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഹദീസ് നോക്കിങ്ങള്, മൻ അഹ്യാ സുന്നതൻ മിൻ സുന്നതി ഖദ് ഉമീതത് ബഅദി കാന ലഹു മിനൽ അജ്രി മിസ്ലു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈഅൻ വമൻ ഇബ്തദഅ ബിദ്അതൻ വലാലതൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു കാന അലൈഹി മിസ്ലു ആസാമി മൻ അമില ബിഹാ ലാ യൻഖുസു ദാലിക മിൻ ഔസാറിൻ നാസി ശൈആ. ഇമാം തുർമുദി തന്റെ കിതാബുൽ ഇൽമിൽ ബാബു മാ ജാഅ ഫിൽ അഖ്ദി ബിസ്സുന്നത്തി വജ്തിനാബിൽ ബിദ്അ എന്ന പേരിൽ അധ്യായത്തിൽ നിവേദനം ചെയ്ത കസീർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഔഫ് അൽ-മുസ്നി റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ നബി പറയുന്നു, എന്റെ ശേഷം നിർജീവമായി പോയ വല്ല സുന്നത്തിനെയും ഒരുത്തൻ സജീവമാക്കിയാൽ അത് പ്രവർത്തിച്ചവർ മുഴുവൻ പേരുടെയും കൂലി ഇത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത മാതൃകക്കാരനുണ്ടാകും. എന്ന ശേഷം നബി പറയുന്നു, വഴികേറിൽപ്പെട്ട വലാലത്തിനെ, ബിദ്അത്തിനെ, അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത ബിദ്അത്തിനെ വല്ലവനും നിർമ്മിച്ചുണ്ടാക്കിയാൽ കാന അലൈഹി മിസ്ലു ആസാമി മൻ അമില ബിഹാ, അതുകൊണ്ട് പിൽക്കാലത്ത് പ്രവർത്തിച്ചവരുടെ എല്ലാം കുറ്റങ്ങൾക്ക് തുല്യം ഇവന് കുറ്റം കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ഔസാറിൻ നാസി ശൈആ, ഇത് അനുകരിക്കുന്നവരുടെ കുറ്റത്തിൽ നിന്ന് ചുരുങ്ങാതെ മാതൃകയാക്കിയവന് കുറ്റം കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ ബിദ്അത്തൻ വലാലത്തൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും പൊരുത്തപ്പെടാത്ത വലാലത്തായ ബിദ്അത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹും റസൂലും പൊരുത്തപ്പെടുന്ന വലാലത്തല്ലാത്ത ഹുദയിൽപ്പെട്ട ബിദ്അത്ത് തന്നെ ബിദ്അത്തുകളുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ബിദ്അത്ത് രണ്ട് വിധമുണ്ട് എന്ന് പറഞ്ഞത്. ആ ബിദ്അത്ത് രണ്ട് വിധം എന്നത് പ്രമാണങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നതാണോ എങ്കിൽ പുണ്യകരമാകുന്നു, പ്രമാണങ്ങളോട് യോജിക്കാത്ത പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ എങ്കിൽ ആക്ഷേപാർഹവും അനിസ്ലാമികവുമാകുന്നു.